നിയമപരമായി ആ FIR നിലനിൽക്കില്ല. രണ്ടാമതൊരു കുറ്റച്ചാർജ് കൊടുത്താൽ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചു എന്ന രീതിയിൽ കോടതി നടപടി എടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട്. പോലീസിന് എടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല, എടുക്കാൻ അധികാരമില്ല, എടുക്കാൻ അതിനകത്തൊരു വകുപ്പില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു FIR എടുത്തത് തന്നെ അത് സർക്കാർ ചില വില കൊടുക്കേണ്ടി വരും, അല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. പരാതിക്കാരൻ റിയൽ പരാതിക്കാരൻ അല്ലാതെ വെളിയിൽ നിന്ന് വായി നോക്കി നിൽക്കുന്ന ഒരാൾ ഒരു പരാതി കൊടുത്താൽ അതിനോട് യോജിക്കാനായിട്ട് കഴിയില്ല. അതിനകത്ത് കോഗ്നിസൻസ് ഇല്ല. ഒരു ജൽപ്പനം അന്തരീക്ഷത്തിലേക്ക് ഒരു കുറേ കാര്യങ്ങൾ അങ്ങ് പടച്ചു വിട്ടു, അതിൻ്റെ പുറത്ത് പോലീസ് കേസെടുക്കുന്നത് ശരിയല്ല. അവർ വന്ന് പരാതി കൊടുക്കട്ടെ. പലർക്കും ഇങ്ങേര് കാരണം മോശമായ അനുഭവം ഉണ്ടായെന്ന്, അത് മോശമായ അനുഭവം ഉണ്ടായ ആളല്ലേ പറയേണ്ടത്, ഇവരാണോ പറയേണ്ടത്? ലിറ്റിഗൻ്റായിട്ട് നിരന്തരം ഇതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പോലീസിന് മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും അങ്ങനെ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്ന വ്യക്തികളെ അവർ ലിറ്റിഗൻ്റാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സോഷ്യലായിട്ടുള്ള പുഴുക്കുത്തുകളാണ് എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ പിൻവലിക്കുക, അല്ല ഇനി മിണ്ടാതിരിക്കുക. വൻ ഡാമേജ് വരും. കാരണം കള്ളക്കേസെടുത്ത് ആൾക്കാരെ വ്യാജമായിട്ട് പ്രതി ചേർത്ത് കൊടുത്ത പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത് ഇപ്പോൾ അവരുടെ പെൻഷൻ പോലും വാങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. ജോർജ് ജോസഫ് സാർ, ഈ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും പരാതിക്കാർ നേരിട്ട് രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ മുന്നോട്ടു പോക്ക് ഇനി എങ്ങനെയായിരിക്കും? മുന്നോട്ടുള്ള പോക്ക് പോലീസിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അതിനൊരു കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയില്ല. കുറ്റച്ചാർജ് കൊടുക്കുന്നത് അബദ്ധമായിരിക്കും പോലീസ് കാണിക്കുന്നത്. അത് മണ്ടത്തരമാണ്. നിയമപരമായി ആ FIR നിലനിൽക്കില്ല. രണ്ടാമതൊരു കുറ്റച്ചാർജ് കൊടുത്താൽ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചു എന്ന രീതിയിൽ കോടതി നടപടി എടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട്. അത് തന്നെയല്ല, രണ്ടാമത് ഇങ്ങനെ ഒരു കേസെടുത്ത് ഒരാളെ കുരുക്കിപ്പെടുത്തി വലിച്ചു നീട്ടാൻ പോയാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതി പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോകുന്നതാണ് നല്ലത്. കാരണം കോഗ്നിസൻസ് ഇല്ലാത്ത ഒരു കേസാണ്. ഒരു പോലീസിന് എടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല, എടുക്കാൻ അധികാരമില്ല, എടുക്കാൻ അതിനകത്തൊരു വകുപ്പില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസ് വലിച്ചു നീട്ടുകയാണെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് ഡാമേജ് ഉണ്ടാക്കും MLAക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്. അത് 2-3 മാസം, ഇതൊരു 30 ദിവസം കൊണ്ട് ഇതിൻ്റെ ഫൈനൽ എത്തേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എതിരായിട്ട് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, തനിക്കെതിരായിട്ട് ചില ശക്തികൾ പ്രവർത്തിക്കുന്നു, കള്ളക്കേസ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം DGPക്ക് ഒരു ലെറ്റർ കൊടുത്തു, ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ നോക്കിക്കഴിയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം, നിയമപരമായിട്ട് നീക്കം, അത് നിയമത്തിൻ്റെ പരിധി തന്നെയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു FIR എടുത്തത് തന്നെ അത് സർക്കാർ ചില വില കൊടുക്കേണ്ടി വരും, അല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അത് FIR ക്വാഷ് ചെയ്ത് കളയാനായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. രണ്ടാമത് മലീഷ്യസ് പ്രോസിക്യൂഷന് സർക്കാരോ അല്ല DYSP ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ പറ്റും. അതിലേക്കൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കോഗ്നിസൻസ് ഇല്ലാതെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു കുറ്റം ഇല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ ആരെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം. അത് കൃത്യമായിട്ട് വിക്ടിമായിരിക്കണം നല്ലത്. പരാതിക്കാരൻ റിയൽ പരാതിക്കാരൻ അല്ലാതെ വെളിയിൽ നിന്ന് വായി നോക്കി നിൽക്കുന്ന ഒരാൾ ഒരു പരാതി കൊടുത്താൽ അതിനോട് യോജിക്കാനായിട്ട് കഴിയില്ല. അതിനകത്ത് കോഗ്നിസൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കറിയാം, പല സംഭവങ്ങളും നമ്മൾ കണ്ട്, ഒരാൾ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും, അവർ കണ്ടവരാരും കാണില്ല. പക്ഷേ വണ്ടി ഇടിച്ച് കിടക്കുന്നതും കണ്ടു, അതേസമയത്ത് പരിക്കേറ്റ് കിടക്കുന്നതും കണ്ടു, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നതൊക്കെ കണ്ടു, പക്ഷേ സംഭവം ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഒരു അന്തരീക്ഷത്തിൽ ചില ആരോപണങ്ങൾ പറഞ്ഞെന്നല്ലാതെ ആരാണ് അതിൻ്റെ വിക്ടിമെ, ആർക്കാണ് മർദ്ദനമേറ്റത്, അല്ലെ ആർക്കാണ് പീഡനമേറ്റത്, ആരെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയക്കുള്ളിൽ വൾഗാരിറ്റി പ്രസംഗിച്ചത്, ഇതെങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിഡൻസ് വരണം. എങ്കിൽ മാത്രമേ അതിന് പ്രോസിക്യൂഷൻ നടത്താൻ പോലീസിന് കഴിയുള്ളൂ. എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുറ്റച്ചാർജ് കോടതിയിൽ കൊടുക്കാനും കഴിയുള്ളൂ. മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരാരും ഇതുവരെ പരാതി നൽകിയിട്ട് പോലുമില്ല. പരാതി നൽകാൻ താല്പര്യമില്ല എന്നാണ് 2 യുവതികൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കുഴയുമോ? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് തുടക്കം മുതലേ പറയുന്നത്. ആരോപണം ഉന്നയിച്ചവരാരും വിക്ടിമല്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ കേട്ടു അറിവ് വെച്ചിട്ട് ഇൻഡയറക്റ്റാണ്, കേട്ടറിവാണ്. അതിന് പുറത്ത്
പോലീസ് കേസെടുക്കുന്ന മടയത്തരം തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയെ പരാതിക്കാരിയാക്കാൻ ഒരു ശ്രമം നടക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും യുവനടി നേരിട്ട് പരാതി നൽകാതെ അവർ ആരോപണം ഉന്നയിച്ചത് വെച്ച് അവരെ പരാതിക്കാരിയാക്കി അന്വേഷണം നടത്തുന്നതിൽ എന്തെങ്കിലും നിയമസാധ്യതയുണ്ടോ? ഒരു നിയമസാധ്യതയും ഇല്ല. അവർ ഒരു ജൽപ്പനം അന്തരീക്ഷത്തിലേക്ക് ഒരു കുറേ കാര്യങ്ങൾ അങ്ങ് പടച്ചു വിട്ടു. അതിൻ്റെ പുറത്ത് പോലീസ് കേസെടുക്കുന്നത് ശരിയല്ല. അവർ വന്ന് പരാതി കൊടുക്കട്ടെ. അവർ ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും പോലീസ് കേസെടുക്കാൻ കഴിയില്ല. അവർ ആരുടെയെങ്കിലും പേരിൽ ആരോപണം ഉണ്ടെങ്കിൽ അല്ലെ അവരൊരു വിക്ടിമാണ്, തന്നെ അയാൾ ചീത്ത വിളിച്ചു അല്ലെ താൻ അതിൻ്റെ വിക്ടിമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം. അവരങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. പലർക്കും ഇങ്ങനൊരു കാരണം മോശമായ അനുഭവം ഉണ്ടായെന്ന്, അത് മോശമായ അനുഭവം ഉണ്ടായ ആളല്ലേ പറയേണ്ടത്, ഇവരാണോ പറയേണ്ടത്? അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരിക്കണം. അത് ഇതുവരെ അങ്ങനെ ഒരു കാര്യം വെളിയിലോട്ട് വന്നിട്ടില്ല. രണ്ടുപേര് തമ്മിലുള്ള സംസാരങ്ങൾ, ആ രണ്ടുപേരും തെറി ഉപയോഗിച്ചോ സെക്ഷലായിട്ടോ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഒഫൻസായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പബ്ലിക്കായിട്ട് രണ്ടുപേരും നിന്ന് പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയാം. രണ്ടുപേരും ചെവിക്കാത്തോട്ട് ഇതുപോലുള്ള മന്ത്രങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് ഒഫൻസ് ഇല്ല. ഇപ്പോൾ പരാതിയില്ല എന്നാണ് ഈ ആരോപണം ഉന്നയിച്ചവരെല്ലാം പറയുന്നത്. പക്ഷേ ഭാവിയിൽ ഇവർ ആരെങ്കിലും ഇതേ പരാതിയുമായി മുന്നോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ഇല്ല, അവർക്കുള്ള അവസരം വന്നു കഴിഞ്ഞല്ലോ. അവരുടെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതിനകത്തൊരു നടപടി എടുക്കില്ല. ഇവർ ഇങ്ങനെ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചെന്നോ ഇവരൊരു ലിറ്റിഗൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് പോലീസിന് നടപടി എടുക്കാം, ഹൈക്കോടതിക്ക് നടപടി എടുക്കാം. ഒരു ലിറ്റിഗൻ്റാണ്, സ്ഥിരമായിട്ട് ഇവർ ഓരോരുത്തർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നവരാണ്. അങ്ങനെ ലിറ്റിഗൻ്റായിട്ട് ഹൈക്കോടതിയിൽ പല ആൾക്കാരെയും നേരത്തെ ഡീബാർ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിലൊക്കെ പോയി പലരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുമുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ലിറ്റിഗൻ്റായിട്ട് നിരന്തരം ഇതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പോലീസിൻ്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും അങ്ങനെ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്ന വ്യക്തികളെ അവർ ലിറ്റിഗൻ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സോഷ്യലായിട്ടുള്ള പുഴുക്കുത്തുകളാണ് എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ പിൻവലിക്കുക, അല്ല ഇനി മിണ്ടാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പാര വന്ന് കയറും എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കേസ് എടുത്തതിലൂടെ സർക്കാർ തന്നെ വെട്ടിലായോ? സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒക്കില്ല. അതിനകത്ത് സർക്കാരിന് നിയമോപദേശം കൊടുത്ത ആരാണ്? അയാൾ വെട്ടിലാവും. ആരാണ് അതനുസരിച്ച് കേസെടുത്തത്? ആ കേസെടുത്ത DYSP ഒരു വെറ്ററൻ DYSP ആയിരിക്കണമല്ലോ. സർവീസ് അത്രയും ഉണ്ടല്ലോ. ഒരു DYSP ആകുമ്പോൾ എങ്ങനെയാലും 10-20 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അതിനകത്ത് കോഗ്നിസൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു കേസ് എടുത്താൽ അയാൾ തന്നെ കോടതി സമാധാനം പറയേണ്ടി വരും. ഡാമേജാണ് ഇത്, വൻ ഡാമേജ് വരും. കാരണം കള്ളക്കേസെടുത്ത് ആൾക്കാരെ വ്യാജമായിട്ട് പ്രതി ചേർത്ത് കൊടുത്ത പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പെൻഷൻ പോലും വാങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള നിയമപരമായ നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സൂക്ഷിക്കുക.